ഇപ്പോൾ തിരുവനന്തപുരത്ത് RSS പ്രജ്ഞാ പ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാറിന്റെ ദേശീയ സ്വത്വത്തിനായുള്ള പോരാട്ടം ഇന്നലെ ഇന്ന് നാളെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുന്നു. തത്സമയം ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആദരണീയ ഗോപിനാഥ് സാർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ അബ്ദുൽ സലാം സാർ, ശ്രീ GK സുരേഷ് ബാബു, നന്ദേട്ടൻ, ശ്രീ രാജേന്ദ്രൻ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ അവസരോചിതമായ ഒരു ഗ്രന്ഥമാണ് നന്ദേട്ടൻ്റെ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകം. ഈ പുസ്തകം നേരത്തെ നന്ദേട്ടൻ പുറത്തിറക്കിയ ഇംഗ്ലീഷിലുള്ള പുസ്തകത്തിൻ്റെ മലയാള രൂപമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പുസ്തകം ഞാനിപ്പോൾ ഇവിടെയാണ് കണ്ടത്. ഈ പുസ്തകം ഒരു അവസരോചിതമായ സംരംഭമാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇപ്പോൾ 77 വർഷം പിന്നിട്ടു. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്ന നിലയ്ക്ക് 75 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു. ഇപ്പോഴും നമുക്ക് ഈ സ്വത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രതിസന്ധി. സ്വത്വത്തെക്കുറിച്ചുള്ള അന്വേഷണം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ ആത്മാവായിരുന്നു. സ്വാതന്ത്ര്യം തന്നെ ആ സ്വത്വത്തെ സ്ഥാപിക്കാനായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആദ്യകാലങ്ങളിലുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും നമുക്കറിയാം സ്വരാജ്യവും സ്വധർമ്മവും. ഈ സ്വധർമ്മം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. ആ സ്വധർമ്മത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ സ്വത്വവും ഇരിക്കുന്നത്. അപ്പോൾ ഇത് എക്കാലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഭാരതം കൊളോണിയൽ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു, നാട്ടുരാജ്യങ്ങൾ. ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഇവിടെ 567ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ആ 567 നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചാണ് ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കിയത്. കാശ്മീർ ഉൾപ്പെടെ ഇപ്പോൾ സമ്പൂർണ്ണമായി നമ്മുടെ ഭാരതത്തോട് ലയിച്ചു. പക്ഷേ ഭാരതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ 47